ഇന്നത്തെ ചായ വിറ്റു? 5 വിറ്റുള്ളൂ. ഇപ്പൊ രാത്രി 9:20 അല്ലെ? എപ്പോ വന്നാ? 2 മണിക്ക് വന്നിട്ട് 5 ചായ വിറ്റുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് ചായ വാങ്ങുന്നില്ലേ? എന്താ ആരും ചായ വാങ്ങുന്നില്ല? എന്താ വാങ്ങാത്തത്? ആരും എന്താ ചായ വാങ്ങാത്തത് എന്ന ചോദ്യത്തിന് അറിയില്ല എന്ന നിരാശ കലർന്ന നിഷ്കളങ്കമായ മറുപടിയിലുണ്ട് ഈ കുഞ്ഞു മനസ്സിന്റെ ജീവിതത്തിലെ നിസ്സഹായത. അവനറിയില്ല എന്തുകൊണ്ടാണ് ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോയതെന്ന്. പിതാവ് മരിച്ചുപോയി, അമ്മ രോഗിയാണ്. സ്കൂൾ സമയത്തിന് ശേഷം ഉപജീവനമാർഗം തേടി ഉമ്മയുടെ അസുഖത്തിന് മരുന്ന് വാങ്ങാൻ ചായ വിൽപ്പനയ്ക്ക് ഇറങ്ങും. 2 മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി 9 മണിയാകുമ്പോഴും 5 ചായ മാത്രമാണ് വിറ്റുപോയത്. ഉമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ദിവസം ഈ കച്ചവടവും മുടങ്ങും. എന്താണ് അടുത്തുള്ളത്? ചായ എന്തിനാ വെക്കണേ? പരിയിലെ ചെലവ്. അപ്പൊ ഇയാൾ പരിയിലെ ചെലവ് വെക്കണത് വേറെ ആരുല്ലേ? പിന്നെ ആരും വീട്ടിലുള്ളത്? ഇമ്മുണ്ട്. ഉമ്മക്ക് സുഖമില്ല. നിങ്ങളെ ചെലവില് പിന്നെ സ്കൂളിൽ വന്നിട്ട് ചായ ഇവിടെ ചായപാത്രോടെ ഈ ചായപാത്രം. ഓക്കെ. എവിടേക്ക് ചായ പെട്ടോണ്ട് എവിടേക്ക് പോയത്? ബൈപ്പാസ് ഫുള്ള് പോയി. എന്നിട്ട് ഇവിടുന്ന് ചായ വാങ്ങിയിട്ടില്ല. ഇനി എത്ര ചായ ബാക്കിണ്ട്? ആ 5 വിറ്റിട്ടുള്ളൂ. എത്ര? 5 വിറ്റ്? ഇനി 16 ബാക്കിയുണ്ട്. അങ്ങനെ കച്ചവടം രാത്രി 9:20. ഇനി വേറെ ചായ കുടിക്കോ? അപ്പൊ എന്ത് ചെയ്യും? കച്ചവടം വരി പോണം. അപ്പൊ നഷ്ടാവൂലേ? പാലും പോയി പഞ്ചസാരം പോയി. അപ്പൊ നഷ്ടമായി ഇന്നത്തെ ചായ കച്ചവടം. അപ്പൊ എല്ലാ ദിവസവും പെരുന്നാൾ ഉണ്ടാവോ? എല്ലാ ദിവസവും ഉണ്ടാവും. ഓക്കെ. അപ്പൊ പെരുന്നാൾ ചെറുപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. മാത്രമേ ഉണ്ടാവില്ല. അപ്പൊ അന്നുണ്ടാവില്ല. ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പൊ ഈ കുട്ടി സംരംഭകൻ ഇവിടെ പെരിന്തൽമണ്ണ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ചായ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ നടക്കണം അല്ലേ? അപ്പൊ ഇവരുടെ അടുത്ത് എല്ലാവരും ചായ വാങ്ങിയിട്ട് ഇവന് ചായ കടി ഉണ്ടാവും. ഇന്നിപ്പോ ചായ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവരും ഇവന്റെ അടുത്ത് ചായ വാങ്ങിയിട്ട് ഇവനെ ഹെൽപ്പ് ചെയ്യാം. പെരിന്തൽമണ്ണ എവിടേക്ക് ഉണ്ടാവില്ലേ? ബൈപ്പാസിലാണ് ഉണ്ടാവില്ലേ? അല്ലേ? മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നുള്ള കാഴ്ചയാണിത്. നല്ല പച്ചവെള്ളം പോലെ മലയാളം പറയുന്നു. ആള് അസാംകാരനാണ്. പേര് ഹുസൈൻ. 3 വർഷമായി കേരളത്തിലെത്തിയിട്ട്. കഴിഞ്ഞ നോമ്പുകാലത്ത് ഉപ്പ അപകടത്തിൽ മരിച്ചു. ഉമ്മ അസുഖബാധിതയായി ചികിത്സയിലാണ്. പെരിന്തൽമണ്ണ ബോയ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഹുസൈൻ. സുഹൃത്തിന്റെ കുട്ടിക്ക് സുഖമില്ലാത്തതിനാൽ സഹായിക്കാനായി പോയപ്പോഴാണ് ഹുസൈന്റെ കൂലിപ്പണിക്കാരനായ ഉപ്പ അപകടത്തിൽ മരിച്ചത്. പിന്നീട് കുടുംബത്തിന്റെ ചുമതല ഹുസൈൻ ഏറ്റെടുക്കുകയായിരുന്നു. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ചായയുമായി പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ഇറങ്ങും. രാത്രി വൈകിയും കച്ചവടത്തിനായി നിൽക്കും. ചിലപ്പോൾ മുഴുവൻ ചായയും തീർന്നെന്ന് വരില്ല. കിട്ടുന്ന പണം കൊണ്ടുവേണം വീട്ടു ചെലവും ഉമ്മയുടെ ചികിത്സാ ചെലവും നോക്കാൻ. പെരിന്തൽമണ്ണ ടൗണിലൂടെ രാത്രി വൈകിയും ചായ വിറ്റ് നടക്കുന്ന ഹുസൈനെ സ്ഥലം MLA വീട്ടിലെത്തി കണ്ടു. MLA നജീബ് കാന്തപുരം കുട്ടിയുടെ പഠന ചെലവ് പൂർണ്ണമായും ഏറ്റെടുത്ത് തുടർ സഹായങ്ങളും ഉറപ്പു നൽകി. വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ. ഉഷാറായിട്ട് പഠിക്കാന്, യൂണിഫോമിന്, പുസ്തകത്തിന്, എല്ലാ കാര്യവും കേട്ടോ. ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങളൊന്ന് കൂടി ആലോചിക്കുകയും ചെയ്യാം.